എന്നിട്ട് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, ഹിന്ദിയിൽ വളരെ ഗ്രേഡ് കുറഞ്ഞു പോയി. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആ ചോദ്യം എന്താണെന്നും അല്ലെങ്കിൽ പിന്നെ ഉച്ച സമയങ്ങളിൽ ഇന്റർവെൽ സമയങ്ങളിലൊക്കെ ടീച്ചർ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആ ചോദ്യത്തിന് അടുത്ത് ചെല്ലണം. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് വന്നിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഞങ്ങളുടെ പല വിഷയത്തിൻ്റെയും ടീച്ചർമാർ ക്ലാസ്സിൽ വരാറുണ്ട്. അവർ ആ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് ഒരു കുട്ടിക്ക് ഒരു ചോദ്യത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അല്ല എന്തെങ്കിലും അല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോൾ മോളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഗ്രേഡ് വളരെ കുറഞ്ഞു, കണക്കിന് ഗ്രേഡ് വളരെ കുറഞ്ഞു. ആ കുട്ടിക്ക് ഈ ആൻസർ ഷീറ്റ് കൊടുത്തതിന് ശേഷം ടീച്ചർ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. ടീച്ചർ ആ കുട്ടിക്ക് തെറ്റെന്താണെന്ന്, എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ ആൻസർ എന്താണ് തെറ്റാൻ കാരണം എന്ന് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് അത് എങ്ങനെ ചെയ്യേണ്ടതെന്നും പറഞ്ഞു. ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുക, ഗ്രേഡ് കുറഞ്ഞ എല്ലാരെയും കൂട്ടിയിരുത്തി പറഞ്ഞു കൊടുക്കുക. ഗ്രേഡ് ഇപ്പൊ ഒരു ചിലപ്പോൾ അധികം പേരുടെ ഒന്നും അങ്ങനെ തെറ്റാറില്ല. കാരണം കണക്കിന് ആർക്കും ഗ്രേഡ് കുറഞ്ഞ് കിട്ടത്തില്ലേ? ആ ഇപ്പൊ എന്റെ ക്ലാസ്സിൽ 46 കുട്ടികളാണ് ഉള്ളത്. ക്ലാസ് 46 കണക്കിന് ഗ്രേഡ് കുറഞ്ഞവർ എത്ര പേരുണ്ട്? കണക്കിലൊരു 10 പേരുടെ ഗ്രേഡാണ് കുറച്ച്. വളരെ നല്ല ക്ലാസ് ആണ്. അപ്പോൾ അവർക്ക് ആ 10 പേരെയാണ് ഒരു ബെഞ്ചിക്ക് ഇരുത്തിയിട്ട് അവർക്ക് വേണ്ട പോലെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവും. ചിലപ്പോൾ ഈ ചില കുട്ടികൾക്ക് എത്ര കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാവാത്ത ചില കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികളെ ടീച്ചർ എന്ത് ചെയ്യും? അങ്ങനത്തെ കുട്ടികളെ ടീച്ചർ ഞങ്ങളുടെ വിദ്യാലയത്തിലെ മറ്റ് അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഞങ്ങളുടെ കൈത്താങ് ക്ലാസ്സിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യാറ്. ഈ നിങ്ങൾ തോണി യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു, അതിനുശേഷം കലിയെ ഈ തോണിയിൽ വെച്ച് കാണുക എന്ന് വിചാരിക്കുക, എന്താ കുട്ടി കലിയോട് പറയാ? എന്നാ കലി പോണ നമ്മൾ അവിടുന്ന് സ്വയംവരം കഴിഞ്ഞ് വരികയാണെന്നുള്ള ഇതാണ് പറയണ വെച്ചാ എന്താ ഇന്ന് അല്ല എന്നോട് പറയും പോലെയല്ല, കലിയോട് എന്താ പറയാ? ഞാൻ കലിയാ അല്ല നമുക്ക് അപ്പോൾ കലിയാണ് മുമ്പിലുള്ളതെന്ന് വിചാരിച്ചു എന്നെ തന്നെ സങ്കല്പിച്ചു. എന്നാൽ എന്നോട് എന്താ പറയാ? ഇന്നൊരു ശകുനപ്പീട പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ താങ്കൾ പോണ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ സ്വയംവരമൊക്കെ കഴിഞ്ഞു, അവിടെ ഒരു വെറൊരു പുഴുവായ മനുഷ്യനെയാണ് കല്യാണം കഴിച്ചത് എന്ന് കലിയോട് ഞാൻ പറയും. ഇന്ന് ഒരു ശകുനപ്പീട പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കലിയോട് പറയും. കലീനെ വിടില്ല എന്നല്ല, നമ്മളൊരു ഉപദേശം പറയാണ്. കലി എങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കുക? എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എങ്ങനെയാ പറഞ്ഞ കലിക്ക് കലി വിടുവോ നമ്മളെ? കലി നമ്മളെ കളിയാക്കും. കാരണം ഒരു മനുഷ്യ പുഴുവിനെയാണ് ദമയന്തി വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളെ പോലെയുള്ള ദേവന്മാരൊക്കെ അവിടെ ഉണ്ടായിട്ട് കൂടി ആ ഒരു മനുഷ്യനാണ് അവളെ വിവാഹം കഴിച്ചത്, നിങ്ങൾക്ക് അതിനുള്ള ശേഷി കൂടി ഇല്ലേ ചോദിച്ച് കളിയാക്കും. ആയിക്കോട്ടെ, ഞാനൊരു സെന്റൻസ് ഒരു പറയാം, അതൊന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസഃ അസീതസ്യാനുജോ ജ്യേഷ്ഠാം കുംഭകർണോ വിഭീഷണോ. പോട്ടെ, ആദ്യത്തെ മാത്രം പറഞ്ഞാൽ മതി. പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസഃ. പുരാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണ്ട്. വിശ്രവസ പുത്രോ എന്ന് പറഞ്ഞാലോ വിശ്രവസിന്റെ മകനായ. ഇതിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കണോ? ഇത്ര നേരം ഇങ്ങനെ ടേപ്പ് തുറന്നിട്ട പോലെ സംസാരിച്ച്. വിശ്രവസിന്റെ പുത്രനായ രാക്ഷസൻ എന്ന രാവണനാണ് വിശ്രവസിന്റെ പുത്രൻ. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏതായാലും നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കാര്യഗ്രഹണ ശേഷിയൊക്കെ ഉണ്ട്. വളരെ സന്തോഷം. നേരത്തെ കല്യാണം കഴിക്കുന്നത് മോശമാണോ? എന്താണ് അഖിലയുടെ അഭിപ്രായം? നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു കഴിവ് കുഞ്ഞു കുട്ടിയാകുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞാല്. എത്ര വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്? ഒരു 18-19 വയസ്സ്. അഖിലേക്ക് എത്ര വയസ്സായപ്പോ കല്യാണം കഴിക്കണം എന്നാണ് പ്ലാൻ? എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റണം അത്രത്തോളം പഠിച്ചിട്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 30 വയസ്സ് വരുന്നു അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഒരു അങ്ങനെയില്ല, തെറ്റിദ്ധരിക്കരുത്. അടിസ്ഥാനമായിട്ട് നമുക്ക് ഹർഷയുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മിനിമം കുറച്ച് അറിവെങ്കിലും വേണം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങളുടെ സ്കൂൾ നല്ല സ്കൂളല്ലേ? അവിടെ 8ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ തന്നെ നല്ല അറിവ് കിട്ടില്ലേ? കിട്ടും. പക്ഷെ ഞങ്ങളുടെ 8ാം ക്ലാസ്സിൽ തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് കുറെ പേരൊക്കെ കല്യാണം കഴിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു പരിധി വരെയൊക്കെ ഞങ്ങൾക്ക് നിർത്തലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ബോധവത്കരണം രക്ഷിതാക്കൾക്ക് നൽകുന്നത് വഴി. അതല്ല, എന്നാലും 8ാം ക്ലാസ്സിൽ വരുമ്പോ തന്നെ ഏത് തരത്തിലുള്ള സ്കൂളിലെ കൂടെ പഠിച്ച കുട്ടികൾ ആരെങ്കിലും അങ്ങനെ വിവാഹിതരായി പോയിട്ടുണ്ടോ? ആ കുട്ടികളെ പിന്നീട് കാണാറുണ്ടോ? ആ കുട്ടികളെ കാണാറുണ്ട്. പക്ഷേ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ സാഹചര്യം അത്തരത്തിലാണ്. ചില കുട്ടികൾക്ക്
അച്ഛനുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ വീട്ടിൽ എന്നും വഴക്കുള്ള വീടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു നിലയിലാണ് നമ്മൾ ജീവിക്കുന്നത് വെച്ചാൽ ആരായാലും ആഗ്രഹിക്കുക അവിടുന്ന് രക്ഷപ്പെട്ട് പോകാനാണ്. അങ്ങനത്തെ കുട്ടികളാണ് ഇപ്പോൾ അവിടുന്ന് പോകുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഹർഷയുടെ അഭിപ്രായം? എന്താണ്, എത്ര വയസ്സിലാണ് പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത് നല്ലത്? ഒരു ഡിഗ്രിയെങ്കിലും കഴിയാതെ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾക്കൊരു സ്കൂളിലൊരു മാഗസിൻ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ട്. കയ്യെഴുത്ത് മാസികയുണ്ടോ? ഉണ്ട്. അതിൽ കഥകളും കവിതകളും എഴുതുന്ന ആരെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്? ഞാൻ എഴുതാറുണ്ട്, പിന്നെ നീമ ചേച്ചി എഴുതാറുണ്ട്, അഖിൽ എഴുതാറുണ്ട്, നൗറിന്. അപ്പൊ എല്ലാവരും എഴുത്തുകാരാണ്. നിങ്ങൾ എന്താ പ്രധാനമായിട്ട് എഴുതുന്നത്? എനിക്ക് ഏറ്റവും കൂടുതൽ എഴുതാൻ ഇഷ്ടം കവിതകളാ. ഒരു കവിത, മോൾ എഴുതിയ കവിതയുടെ ഒരു 4 വരി ചൊല്ലാമോ? അങ്ങു കിഴക്കൻ മലകളിൽ സൈരന്ത്രി വനങ്ങളിൽ നിശബ്ദമൊരായിരം ചോലവനങ്ങളിൽ ഉണർന്നുയിർക്കൊള്ളുന്നിൻ പുഴ ഇൻ ഗ്രാമത്തിൻ ജീവനാടിയാം പുഴ. നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു, അഭിനന്ദനം കേട്ടോ. ഈ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം എല്ലാവരും. ഈ കുന്തിപ്പുഴയിലൂടെ നമുക്കൊരു ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനെ കുറിച്ച് എന്താണ് സ്കൂൾ തലത്തിൽ ചിന്തിക്കാത്തത് എന്ന് പെട്ടെന്ന് ചോദിക്കാൻ തോന്നുന്നു. എത്തിങ്കാന മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെയാണ് ഇപ്പോൾ തോണികളുള്ളത്. 2 തോണികൾ എത്തിങ്കാന ഇറക്കിയത് തന്നെയാണ് അന്നൊന്നും. പിന്നെ ഇപ്പോൾ പാലം പാസ്സായിട്ടുണ്ട്. ഈ മാർച്ച് ആകുമ്പോഴേക്ക് പാലമാകും എന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. ഹർഷശ്രീ ഈ സമീപകാലത്ത് ഒരു വളരെ പ്രമുഖയായ രാഷ്ട്രീയ നേതാവിനെ മോചിപ്പിച്ചല്ലോ തടവറയിൽ നിന്ന്. ആരായിരുന്നു? എവിടെയായിരുന്നു? എവിടെയാ അത്? എവിടെയാ? മറ്റാരെങ്കിലും? മ്യാൻമാർ. ആങ് സാൻ സ്യൂചി എന്ന മ്യാൻമറിലെ ഒരു തടവുകാരി, പ്രമുഖയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് തടവിൽ നിന്ന് മോചിപ്പിച്ചത്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ രാജഭരണത്തെയും വച്ചാൽ നിങ്ങൾ ഏതാ സ്വീകരിക്കുക? ജനാധിപത്യം. എന്തുകൊണ്ട്? ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിർത്തുന്നതിന് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണരീതിയാണ് ജനാധിപത്യം. തീർച്ചയായും എൻ്റെ അഭിപ്രായത്തിൽ ജനാധിപത്യം തന്നെയാണ് ഒരു രാജ്യത്തിന് നല്ലത്. രാജഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വ്യക്തിയുടെ കീഴിൽ എല്ലാവരും ഇങ്ങനെ അവരുടെ റൂൾസിനെ മാത്രം അനുകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ശൈലി എനിക്കിഷ്ടമല്ല. ഇനി PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന സ്കോർ 93.6 out of 100.